പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 61-ാം ദിവസം. വിശുദ്ധ പൗലോസ് അപ്പോസ്തോലൻ കൊളോസോസുകാർക്ക് എഴുതുന്ന ലേഖനം 2-ാം അധ്യായം 6 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ. ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. അവനിൽ നിങ്ങളും പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു. കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനമല്ല, ശരീരത്തിൻ്റെ അധമവാസനകളെ നിർമാർജനം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ പരിച്ഛേദനം. ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു. ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, ക്രിസ്തുവിൻ്റെ കുരിശുമരണം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പരാജയമല്ല, വിജയമാണ്. ക്രിസ്തു മരിച്ചത് തൻ്റെ തന്നെ പാപങ്ങൾക്ക് വേണ്ടിയല്ല, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ കുരിശിൽ യാഗമായി മാറിയത്. ദൈവത്തിൻ്റെ ഏകജാതനായ ക്രിസ്തു തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ യാഗദ്രവ്യമായി മാറുകയായിരുന്നു. മനുഷ്യന്റെ പാപങ്ങൾ മോചിക്കപ്പെടണമെങ്കിൽ മനുഷ്യന്റെ രക്തം തന്നെ ചിന്തണമായിരുന്നു. മൃഗങ്ങളുടെ രക്തത്തിന് പാപങ്ങളെ മോചിക്കാനുള്ള അധികാരമില്ല. പ്രതീകാത്മകമായി മൃഗങ്ങളുടെ രക്തമൊഴുക്കിക്കൊണ്ട് പഴയ ഇസ്രായേൽ പാപങ്ങൾക്ക് പരിഹാര ബലി അനുഷ്ഠിച്ചിരുന്നു. അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളും പരിഹാര ബലികളും ക്രിസ്തു തൻ്റെ മരണത്തോടെ പൂർത്തീകരിച്ചു. പഴയ നിയമ പെസഹായിൽ ഇസ്രായേൽ ജനത്തോട് നിർദ്ദേശിക്കപ്പെട്ട പെസഹ ആചരിക്കേണ്ട വിധം പുറപ്പാടിൻ്റെ പുസ്തകം വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് ഈജിപ്തിനെ രാത്രിയിൽ രക്ഷപ്പെടുത്തുന്ന ദൈവം മോശ വഴി അവർക്ക് കൊടുക്കുന്ന നിബന്ധന വ്യക്തമാണ്. ഊനമറ്റ ആട്ടിൻകുട്ടിയെ പിടിച്ച് ആ രാത്രിയിൽ കൊന്ന് ആ മൃഗത്തിൻ്റെ രക്തമെടുത്ത് കട്ടളപ്പടിയിൽ നിങ്ങൾ പുരട്ടണം. കർത്താവിൻ്റെ സംഹാരദൂതൻ അതിലെ കടന്നു പോകുമ്പോൾ
വാതിൽപ്പടിയിൽ ചാർത്തിയ രക്തം ഒരടയാളമായിരിക്കും. എന്നിട്ട് നിങ്ങൾ കൊന്ന ആടിനെ നിങ്ങൾ പൂർണ്ണമായും ഭക്ഷിച്ചു തീർക്കണം. വടി പിടിച്ച് അരമുറുക്കി യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പോടുകൂടി വേണം നിങ്ങൾ പെസഹ ഭക്ഷിക്കാൻ. അങ്ങനെ പെസഹായുടെ അർത്ഥം എന്താണെന്ന് പഴയ നിയമത്തിൽ വ്യക്തമാക്കി. മൃഗത്തിൻ്റെ രക്തം, മൃഗത്തിൻ്റെ മാംസം അത് ഭക്ഷിക്കുകയും കട്ടിളപ്പടിയിൽ പുരട്ടുകയും ചെയ്യണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പെസഹ ദിവസം തന്നെ ക്രിസ്തു പുതിയ പെസഹ ആചരിക്കേണ്ട വിധം ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തി. തൻ്റെ ശരീരം ഭക്ഷണമായി അവിടുന്ന് വിളമ്പി, അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു. എന്നിട്ട് അവിടുന്ന് ഇപ്രകാരം അവരോട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാണ്. വീഞ്ഞെടുത്ത് വാഴ്ത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ശിഷ്യന്മാർക്ക് കൊടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തമാണ്. ക്രിസ്തു തന്നെ തന്നെ പരമയാഗമായി അർപ്പിച്ചുകൊണ്ട് തൻ്റെ ആധിപത്യവും അധികാരവും വെളിപ്പെടുത്തി. അങ്ങനെ പുതിയ പെസഹ സഭയിൽ രൂപം കൊണ്ടു. പഴയ പെസഹായുടെ അപൂർണതകളെ ക്രിസ്തു പൂർണ്ണം ആക്കി. പരിമിതികളെ ക്രിസ്തു ഇല്ലാതാക്കി. ലിഖിത നിയമങ്ങളെ ക്രിസ്തു മായ്ച്ചു കളഞ്ഞു. നിലവിലുള്ള സംവിധാനങ്ങളെയും ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും ക്രിസ്തു അവഹേളനാപാത്രമാക്കി മാറ്റി. അങ്ങനെ ക്രിസ്തുവിൻ്റെ അധികാരം ക്രിസ്തു തൻ്റെ മരണത്തിലൂടെ വെളിപ്പെടുത്തി. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വിജയമാണ് നാം നമ്മുടെ വിശ്വാസത്തിൽ ആഘോഷിക്കുക. അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് ചങ്കിൽ നിന്നൊഴുകുന്ന രക്തവും വെള്ളവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹ വക്ഷസ്സിലേക്ക് നമുക്ക് ചാഞ്ഞു കിടന്ന് അവൻ്റെ സ്നേഹസാന്ത്വനം അനുഭവിക്കാം. അവൻ മരിച്ചത് അവന് വേണ്ടിയല്ല, അവൻ മരിച്ചത് നമുക്ക് വേണ്ടിയാണ്. മരണത്തിന് അർത്ഥമുണ്ടാകുന്നത് അങ്ങനെയാണ്. നാം നമുക്ക് വേണ്ടി മരിച്ചാൽ മരണത്തിന് അർത്ഥമില്ല. മൃഗങ്ങൾ ചത്തുപോകുന്നത് പോലെ നമ്മൾ ചത്തുപോകുന്നു എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയേണ്ടതുള്ളൂ. എന്നാൽ ക്രിസ്തു മരിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ് എന്നതുകൊണ്ട് മരണത്തിന് അർത്ഥമുണ്ട്. ആ മരണം 3 നാൾ കഴിയുമ്പോൾ മുളച്ചു വരും. ഉദ്ധാനം പഠിപ്പിക്കുന്ന സത്യം അതാണ്. നമുക്ക് അവൻ്റെ സ്നേഹ സാന്ത്വന അനുഭവത്തിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം. ചാരി നിന്ന് അവനിൽ നിന്ന് സ്നേഹം നുകരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിതനായ ക്രിസ്തുവേ, അങ്ങയുടെ ചങ്കിൽ ചാരി നിന്ന് ചൈതന്യം പ്രാപിക്കാൻ എന്നെ അനുവദിക്കണമേ. എൻ്റെ ജീവിതത്തെ ക്രിസ്തുവിൽ പരിച്ഛേദനം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. അങ്ങ് എനിക്ക് സ്നേഹസാന്ത്വനം നൽകണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.